പുറകിൽ നിന്നടന്ന് തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളൊരു ടീമിൻ്റെ ഏറ്റവും വലിയ ഒരു ആത്മവീര്യമുള്ളൊരു കാര്യമാണ്. പലപ്പോഴും പുറകിൽ പോയെന്നിടത്താണ് അർജൻറ്റീന സെമി ഫൈനൽ പോലും ഒരു ഗോളിന് പിന്നിൽ നിന്നിട്ടാണ് പിന്നീട് വിജയിക്കാൻ കഴിഞ്ഞത്, 2 ഗോൾ അടിച്ചത്. അപ്പോൾ അതൊരു ടീമിൻ്റെ ഒരു സ്പിരിറ്റും ടീമിൻ്റെ ഒരു ആത്മവിശ്വാസമാണ്, അവരുടെ ഒരു കോൺഫിഡൻസാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും അർജന്റീന വിജയിക്കും. ഫുട്ബോൾ ആവേശത്തിലാണ് ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും ഉള്ളത്. പ്രത്യേകിച്ച് മലപ്പുറത്ത് പറയുകയാണെങ്കിൽ മലപ്പുറത്തിൻ്റെ ഒരു സിരകളിൽ എപ്പോഴും ഫുട്ബോളിൻ്റെ ആവേശമുണ്ട്. ഇപ്പോൾ മലപ്പുറത്തുകാരൻ കൂടിയായിട്ടുള്ള മന്ത്രി എ പി അനിൽകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഒരു കട്ട അർജന്റീന ആരാധകനാണെന്നാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും അർജന്റീനയ്ക്കൊപ്പമാണ് കളി. ലോകകപ്പ് കണ്ടു തുടങ്ങിയ കാലം മുതൽ അർജന്റീനയ്ക്കൊപ്പമാണ്. മറഡോണ ആദ്യമായിട്ട് കളിക്കുന്ന കളി മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അർജന്റീനയ്ക്കൊപ്പമാണ്. ഖത്തറിൽ വേൾഡ് കപ്പ് വന്നപ്പോൾ അർജന്റീനയുടെ കളി കാണാൻ പോയിരുന്നു, കണ്ടിരുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിലായത് അർജന്റീന. അതുകൊണ്ട് അർജന്റീന എല്ലാ കളിയും നല്ലതാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഈ ലോകകപ്പിൽ തന്നെ അർജന്റീന യഥാർത്ഥത്തിൽ ഒരു ഫോമിലേക്ക് വന്നിട്ടില്ലായിരുന്നില്ല. സെമിയിലാണ് കുറച്ചെങ്കിലും ആ ഫോം നിലനിർത്തിയത്. ബാക്കി കളികളിലൊക്കെ വേണ്ട രീതിയിൽ ഫോം നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ സെമിയിൽ എത്തിയപ്പോഴേക്കും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അത് ഫൈനലിൽ അതേ പ്രകടനം കാഴ്ചവെച്ചാൽ വളരെ ഈസി ആയിട്ട് ഫൈനൽ വിജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. കാരണം പല കളികൾ ഈ തവണത്തെ ലോകകപ്പിനകത്ത് പുറകിൽ നിന്നടന്ന് തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ളൊരു ടീമിൻ്റെ ഏറ്റവും വലിയ ഒരു ആത്മവീര്യമുള്ളൊരു കാര്യമാണ്. പലപ്പോഴും പുറകിൽ പോയെന്നിടത്താണ് അർജൻറ്റീന സെമി ഫൈനൽ പോലും ഒരു ഗോളിന് പിന്നിൽ നിന്നിട്ടാണ് പിന്നീട് വിജയിക്കാൻ കഴിഞ്ഞത്, 2 ഗോൾ അടിച്ചത്. അപ്പോൾ അതൊരു ടീമിൻ്റെ ഒരു സ്പിരിറ്റും ടീമിൻ്റെ ഒരു ആത്മവിശ്വാസമാണ്, അവരുടെ ഒരു കോൺഫിഡൻസാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും അർജന്റീന വിജയിക്കും. അല്ല, സ്പെയിൻ മോശമാണെന്നല്ല, സ്പെയിനും ജേതാക്കളായിട്ടുള്ളതാണ്, വളരെ നല്ല ടീമാണ്. പക്ഷേ അർജന്റീനയുടേതായ ചില കളിയിലെ ശൈലികളും കാര്യങ്ങളുണ്ട്. അത് വെച്ച് എന്തായാലും യൂറോപ്യൻ ഫുട്ബോളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന് പലപ്പോഴും മേൽക്കൈ വരാറുണ്ട്. ആ മേൽക്കൈ ഇപ്പോഴും അർജന്റീന നിലനിർത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മെസ്സിയുടെ 2ാമത്തെ വേൾഡ് കപ്പ് മെസ്സിയുടെ 2ാമത്തെ വേൾഡ് കപ്പാണ്. ഇനിയുള്ള വേൾഡ് കപ്പിലും കളിക്കട്ടെ എന്നാണ് ഈ ഫോം കാണുമ്പോൾ തോന്നുന്നത്. ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് കാണുന്നത്. യാത്രയ്ക്കിടയിൽ എവിടെ നിന്ന് വെച്ചാൽ അവിടെ നിന്ന് കാണും. ഒരു പ്രാവശ്യം എനിക്ക് എവിടെയും TV കിട്ടാത്തതുകൊണ്ട് അന്നേരം തന്നെ മൊബൈലിനകത്ത് ഇതിനകത്ത് ആപ്പ് കൊണ്ടുവന്ന് അങ്ങനെ കളിയാണ്. ഇന്ന് കളി മലപ്പുറത്തോ കൽപ്പറ്റയോ കാണും. ചിലപ്പോൾ മലപ്പുറത്തായിരിക്കും, അല്ലെങ്കിൽ കൽപ്പറ്റ. വേറൊരു കാര്യം കൂടി, ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട് ഇന്നത്തെ കളി കഴിഞ്ഞിട്ട് നാളെ സ്കൂളിൽ അവധി വേണമെന്നുള്ളത്. എന്താ മന്ത്രിയുടെ അഭിപ്രായം? ഞാനതിനെതിരല്ല, കൂട്ടായി എടുക്കേണ്ട തീരുമാനമാണ്. ഞാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ഞാനിന്ന് രാത്രി കളി കണ്ട് കഴിഞ്ഞ കളി സെമി കഴിഞ്ഞത് ഏതാണ്ട് 2:37, സമയം നോക്കുമ്പോൾ 2:37. പിന്നെ കിടന്നപ്പോൾ ഏതാണ്ട് 3 മണി കഴിഞ്ഞു. എനിക്കിന്ന് ഇത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ 7 മണിക്ക് എനിക്ക് കൽപ്പറ്റയിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത് പ്രയാസമുണ്ട്. അതുപോലെ കുട്ടികൾക്ക് പ്രയാസമൊക്കെ ഉണ്ട്. പക്ഷേ അത് വേറെ തലത്തിൽ കൂടി ആവശ്യം തീരുമാനിക്കേണ്ടതാണ്. ഏതായാലും അതിനിടെ മന്ത്രി പറഞ്ഞ് ഒരു കട്ട അർജന്റീന ആരാധകൻ കൂടിയാണ് മന്ത്രി. അപ്പോൾ ഇത്തവണ ഈ സെമി ഫൈനലിൽ കളിച്ച അതേ മത്സരം പുറത്തെടുക്കുകയാണെങ്കിൽ ഒട്ടും മുഷിപ്പില്ലാത്ത അർജന്റീനയ്ക്ക് ഈ ലോകകപ്പ് കിരീടം ചൂടാനാകുമെന്ന് കൂടി എ പി അനിൽകുമാർ മിനിസ്റ്റർ പറഞ്ഞു വെക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് ജംഷീർ കുടിഞ്ഞി, മീഡിയ.